വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ അല്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ലോകം മുഴുവൻ, ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്മരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക പരീക്ഷണങ്ങൾ നേരിട്ട്, പ്രത്യേക കൽപ്പനകൾ നേരിട്ട ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒപ്പം പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഓരോ അംഗവും ഓരോ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പരീക്ഷിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹതിയായ ഹാജറ ബീവിയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഹാജറ ബീവിയെ ഓർക്കാതെ ഒരു മുസ്ലിമിനും അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഇന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കില്ല. കാരണം ഉംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ സഈയിൽ ഹാജറ ബീവിയുടെ കാൽപാദങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. ഹാജറ ബീവിയുടെ മരണശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കൽ മിസ്റിൽ പോകും, ഈജിപ്തിലേക്ക് യാത്ര ചെയ്യും, അല്ലെങ്കിൽ ഈജിപ്ത് കീഴടക്കും. അന്ന് നിങ്ങൾ അവിടെയുള്ള ആളുകളോട് സ്നേഹത്തോടുകൂടി പെരുമാറണം. കാരണം അവർ നമ്മുടെ ഉമ്മ ഹാജറ ബീവിയുടെ മക്കളാണ്, അല്ലെങ്കിൽ അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഹാജറ ബീവിയുടെ ചരിത്രം? ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് തൻ്റെ ഭാര്യ സാറാ ബീവിയുമായി യാത്ര ചെയ്യുകയാണ് മറ്റൊരു നാട്ടിലെത്തി അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയിൽ മിസ്ർ വഴി യാത്ര ചെയ്തപ്പോൾ മിസ്റിൽ ഒരു ഫറോ അല്ലെങ്കിൽ ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കിഷ്ടപ്പെട്ട സുന്ദരികളായ സ്ത്രീകളെ അപഹരിക്കുകയും അവരുടെ ഭർത്താക്കന്മാരെ കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം പിന്തുടർന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സാറാ ബീവിയെ ഇഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ്, ഇതാരാണ്? അപ്പോഴാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത്, ഇത് എൻ്റെ പെങ്ങളാണ്, എൻ്റെ സിസ്റ്ററാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് എൻ്റെ മതത്തിലുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള എൻ്റെ സിസ്റ്ററാണ് എന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ശരി, ആ ഫറോ ഈ സാറാ ബീവിയെ അപഹരിക്കുകയാണ്. എന്നിട്ട് സാറാ ബീവിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഇത് തടുക്കാൻ സാധിക്കുന്നില്ല. സാറാ ബീവി വുദു എടുത്തുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ അദ്ദേഹം സാറാ ബീവിയെ തൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി സാറാ ബീവിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാറാ ബീവി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിന്നിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ നിന്നിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മാത്രം നിന്നെയും നിൻ്റെ പ്രവാചകനെയും പിന്തുടർന്നവളാണ് എന്ന് നിനക്കറിയുമെങ്കിൽ, അഥവാ സാറാ ബീവി ഉദ്ദേശിക്കുന്നത് ഞാൻ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല ഇസ്ലാമിൽ വിശ്വസിച്ചത്, മറിച്ച് ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് നിനക്കറിയുമെങ്കിൽ നീ എന്നെ സംരക്ഷിക്കണം എന്നുള്ളത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഈ പറയുന്ന രാജാവിന് പെട്ടെന്ന് ഒരു പാരാലിസിസ് പോലെ അദ്ദേഹം അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് വിറക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ സാറാ ബീവി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ എന്നെ സംശയിക്കും, ഇദ്ദേഹത്തിൻ്റെ ആളുകൾ എന്നെ കൊല ചെയ്യും, അതുകൊണ്ട് ഇദ്ദേഹം കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം തൻ്റെ ആരോഗ്യസ്ഥിതി തൊട്ടുടനെ വീണ്ടെടുക്കുകയാണ്. ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തപ്പോൾ അദ്ദേഹം വീണ്ടും സാറാ ബീവിയുടെ അടുത്തേക്ക് വരുന്നു. സാറാ ബീവി വീണ്ടും പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം വീണ്ടും പാരലൈസ്ഡ് ആവുന്നു. ഇത് 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം റിപ്പീറ്റഡായി സംഭവിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം കൂടി ഇത് സംഭവിച്ച അദ്ദേഹം സാറാ ബീവിയുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അദ്ദേഹം തൻ്റെ പടയാളികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്നിലേക്ക് പറഞ്ഞയച്ചത് ഒരു പിശാചിനെയാണ്, ഒരു ശൈത്താനെയാണ്. അതുകൊണ്ട് ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇവൾക്ക് ഒരു നഷ്ടപരിഹാരവും കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അവളുടെ ഉപദ്രവം ഇനിയും ഞാൻ നേരിടേണ്ടി വരും. ആ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അദ്ദേഹം ഒരു നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് അവർ നൽകിയ ഒരു നഷ്ടപരിഹാരമാണ് ഹാജറ ബീവി എന്ന അടിമ സ്ത്രീ. അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ ആയിക്കൊണ്ടാണ് ഹാജറ ബീവിയെ സാറാ ബീവിക്ക് അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹാജർ എന്ന പേര് തന്നെ വന്നത് ഈ ഒരു സംഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ അജ്ർ അഥവാ ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷനും എന്നുള്ള അർത്ഥത്തിൽ ഇത് അജ്റുക്കി, ഇതാ നിൻ്റെ നഷ്ടപരിഹാരം എന്ന അർത്ഥത്തിൽ കൊടുത്തൊഴിവാക്കിയ ഒരു സ്ത്രീ ആയിരുന്നു ഹാജറ ബീവി. എന്നിട്ട് ഈ രാജാവ് പറയാണ്, നീയും നിൻ്റെ സഹോദരനും ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പൊക്കോ, അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോളൂ എന്ന് പറയണം. എന്നിട്ട് സാറാ ബീവി ചിരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ സംരക്ഷിച്ചു എന്ന ആ ഒരു സന്തോഷത്തോടു കൂടി ആ നാട്ടിൽ നിന്നും ഹാജറ ബീവിയും ഇബ്രാഹിം അലൈഹി സ്വലാം രക്ഷപ്പെട്ടു പോവുകയാണ്.
ഹാജറ ബീവി പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെയും സാറാ ബീവിയുടെയും ഈ ഈമാനും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ മതവും കണ്ടിട്ട് അതിൽ വിശ്വസിച്ച് അത് ഒരു മുഅ്മിനത്തായി മാറുന്നു. എന്നിട്ട് പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാം ഹാജറ ബീവിയെ വിവാഹം കഴിക്കുന്നു. അതിൽ നിന്ന് അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നു, ഇസ്മായിൽ അലൈഹി സ്വലാം. അപ്പോൾ അതുവരെ ഇസ്ഹാഖ് നബി ഉണ്ടായിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ഹാഖ് നബി ഉണ്ടാവുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, ഈ ഹാജറ ബീവിയെയും ഈ ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും മക്കയിൽ ആരുമില്ലാത്ത ആ നാട്ടിൽ, ഒറ്റപ്പെട്ട ഒരു നാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാനാണ് അദ്ദേഹത്തിന് പിന്നീട് ലഭിക്കുന്ന കൽപ്പന. ഞാൻ പറഞ്ഞു, ഓരോ ഘട്ടത്തിലും ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ തുടക്ക കാലഘട്ടം തൊട്ട്, ഇൻഫാക്ട് ഇബ്രാഹിം അലൈഹി സ്വലാം നബി ആവുന്നതിന് മുൻപാണ് അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു കുഞ്ഞ് ലഭിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന കൽപ്പന മക്കയിൽ ആൾതാമസമില്ലാത്ത വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അവിടേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് അറിയാം ഇത് ഒരു പരിശുദ്ധമായ സ്ഥലമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വീട് നിലനിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ആ കഅബയുടെ അവശിഷ്ടങ്ങൾ അന്ന് എവിടെയോ മൂടപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഇവരെ ഉപേക്ഷിച്ച് അവർക്ക് വേണ്ട ചെറിയ കുറച്ച് ഭക്ഷണവും കുറച്ച് ഈത്തപ്പഴം വെള്ളവും എല്ലാം നൽകിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാജറ ബീവി ഏതൊരു മനുഷ്യ സ്ത്രീയും പോലെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? ഫിവാദിൻ ഗൈരി ദി സറഇൻ ഗൈരി ദി മാ, നീ ഒരു ഭക്ഷണമോ ഒരു വെള്ളമോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന് ഹാജറ ബീവി ചോദിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന് എത്രത്തോളം വിഷമം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിന് മറുപടി കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. മറുപടി കൊടുക്കാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം നടക്കുമ്പോൾ ഹാജറ ബീബി പെട്ടെന്ന് ചോദിക്കുകയാണ്, അല്ലാഹു അമറക ബിഹാദ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരമാണോ നിങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹി സ്വലാം മറുപടി വാക്കാൽ കൊടുക്കാതെ ഒരു സിഗ്നൽ കൊടുത്തുകൊണ്ട് പറയാണ് അതെ. ഹാജറ ബീവി ഇത് കേട്ട ഉടനെ തന്നെ ഹാജറ ബീവി തനിക്ക് എന്നാൽ നിങ്ങൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ഒരുക്കി തരണം എന്നുള്ള ഒന്നുമല്ല, ഒരു തിരിച്ചൊരു മറുത്തൊരു അക്ഷരം പോലും പറയാതെ ഹാജറ ബീവി പറയുകയാണ്, ഇദൻ ലാ യുദ എൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ ആളുകളെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഒരു പൂർണ്ണ കൺവിക്ഷനോടു കൂടി ഈ കൽപ്പന നിറവേറ്റാൻ ബാധ്യസ്ഥയായിക്കൊണ്ട് ഹാജറ ബീവി സമ്മതിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം അവരെ ഉപേക്ഷിച്ച് നടന്നു പോയി. അവരെ തിരിഞ്ഞു നോക്കിയാൽ അവരെ കാണില്ല എന്ന അവസ്ഥ എത്തിയതിന് ശേഷം, അഥവാ ആ കൽപ്പന പൂർണ്ണമായി നിറവേറ്റിയതിന് ശേഷം അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇന്നി അസ്കൻതു ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം, ഞാൻ നിൻ്റെ വീടിനടുത്ത്, പരിശുദ്ധമായ നിൻ്റെ വീടിനടുത്ത് എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. അവർക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവരെ ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തൊട്ടുടനെ പ്രാർത്ഥിക്കുന്നത്, റബ്ബന ലിയുഖീമുസ്സലാ, അവരുടെ മതം ഉറപ്പിച്ച്, അവരുടെ ദീൻ ഉറപ്പിച്ച് നിർത്തുന്ന രീതിയിൽ അവർക്ക് നിസ്കരിക്കാനുള്ള സഹായം നീ നൽകണേ എന്നാണ് തൊട്ടുടനെ പ്രാർത്ഥിക്കുന്നത്. വജഅൽ അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹിം, ജനങ്ങൾക്ക് അവരെ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വർസുഖ്ഹും മിനസ്സമറാത്ത്, അവർക്ക് ഫലങ്ങളിൽ നിന്ന്, ഫ്രൂട്ട്സിൽ നിന്ന് അവർക്ക് നീ ഭക്ഷണം നൽകണമേ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരീക്ഷിക്കുമ്പോൾ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി അത് ഏറ്റെടുക്കാനുള്ള ആ ഒരു ത്യാഗത്തിൻ്റെ മനസ്സാണ് ഇവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് ഇന്ന് ഹജ്ജിന് നമ്മൾക്ക് പോകുമ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, ഒരുപാട് നടക്കേണ്ടി വരും, ഒരുപാട് ഭക്ഷണ വിഷയങ്ങളിലും ഏതൊരു വിഷയങ്ങളിലും നമുക്ക് ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം അതിനൊക്കെ ഒരു നിശ്ചിതമായ പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത, എന്താണ് മുന്നോട്ട് എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇവരെ ഈ പരീക്ഷണങ്ങൾ നേരിട്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഇവർ തന്നെയാണ് നമുക്ക് മാതൃക. അതുകൊണ്ട് സാധാരണയായി ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തമാശ രൂപേണ പറയും, ആളുകൾ ചെയ്യുന്ന ഹജ്ജ് അവിടെ തന്നെ കൊടുത്തിട്ടാണ് വരിക എന്നുള്ളത്. അവർക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ പോലും അതിന് കാരണക്കാരായ ആളുകളെ തിരയുകയും അതിന് അവരെ കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം, അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലെ ആളുകളടുത്ത് കാണാറുണ്ട്. ഹാജറ ബീവി ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മളിവിടെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ പറ്റി, അന ഇൻദ ളന്ന അബ്ദി ബി, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, എൻ്റെ അടിമ എന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാൻ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നല്ലതാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നല്ലതേ കിട്ടൂ, നമ്മൾ നല്ലതാണ് നമുക്ക് ലഭിക്കുക. അല്ലെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സഹായിച്ചോളണം എന്നില്ല. അതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാന. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, തഖ്വയോടുകൂടി ജീവിക്കുന്നത്, അല്ലാഹു അവൻക്കൊരു പോംവഴി നൽകുക തന്നെ ചെയ്യും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്,
അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്ക് നൽകുമെന്നുള്ളതാണ്. ഹാജറ ബീവി ഇതിന് ശേഷം തൻ്റെ മകൻ്റെ അടുത്തേക്ക് പോകുന്നു. കഠിനമായ ചൂടാണ്, മകന് കൊടുക്കാൻ വെള്ളമില്ല. ആ ഒരു സന്ദർഭത്തിലാണ് നമുക്കറിയാവുന്ന പോലെ ആ പ്രസിദ്ധമായ ചരിത്രം, ഹാജറ ബീവി സഫയുടെയും മറുവയുടെയും ഇടയിലേക്കൂടെ ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം ഓടുകയാണ്. പിന്നീട് അവർ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ കാലിൻ്റെ ഹീല് കൊണ്ട് ഒന്ന് ഇങ്ങനെ 2 രീതിയിലേക്ക് ഒന്നിങ്ങോട്ട് വരത് ആ ഒരു ഭൂമിയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തുകയാണ് തൻ്റെ കാൽപാദം കൊണ്ട് ചെയ്തത്. അങ്ങനെയാണ് സംസം വെള്ളം അതിൽ നിന്ന്. ഇപ്പോൾ ചില മുസ്ലിമീങ്ങൾക്ക് തെറ്റിദ്ധാരണ, ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ചപ്പോൾ അതിൽ നിന്നാണ് ഉറവ് വന്നത്. അതല്ല, ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ചിട്ടുണ്ട്, പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്ന് തൻ്റെ കാൽപാദം കൊണ്ട് ഭൂമിയിൽ തഴുകുമ്പോഴാണ് ഈ സംസം വെള്ളം അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ സംസം വെള്ളം പുറത്തേക്ക് പുറപ്പെടാൻ വന്ന കഥ പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറയാണ്, റഹിമല്ലാഹു ഉമ്മി ഇസ്മായിൽ, ഇസ്മായിലിൻ്റെ ഉമ്മ ഹാജറ ബീവിയുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ റഹ്മത്ത് ചൊരിയട്ടെ. കാരണം ഈ വെള്ളം പുറത്തേക്ക് വന്നപ്പോൾ ഈ വെള്ളം പുറത്ത് എല്ലാ ഭാഗത്തേക്കും സഞ്ചരിച്ചുകൊണ്ട് ഭൂമിയിൽ അത് ഉണങ്ങിപ്പോകുമെന്ന് പേടിച്ചുകൊണ്ട് ആ വെള്ളം സംഭരിക്കാൻ വേണ്ടി ഹാജറ ബീവി ഒരു ചെറിയ ഒരു കണ്ടെയ്ൻമെൻറ്റ് പോലെ ഉണ്ടാക്കുകയാണ് അവിടെ കൈകൾ കൊണ്ട്. അപ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാജറ ബീവി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ സംസം വെള്ളം ലോകം മുഴുവൻ സ്പർശിച്ചേനെ എന്നുള്ളത്. എന്നിട്ട് പിന്നീട് നമുക്ക് സംഭവിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ജുർഹൂം എന്ന് പറയുന്ന ഗോത്രം അവിടേക്ക് വരികയും ആ ജുർഹൂം എന്ന ഗോത്രം മുകളിൽ പക്ഷികളെ കണ്ട് അവിടെ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കി ഈ ഹാജറ ബീവിയോടും പെർമിഷൻ ചോദിച്ച് ആ നാട്ടിൽ സെറ്റിലാവുകയാണ്. എന്നിട്ട് പിന്നീട് ഇസ്മായിൽ അലൈഹി സ്വലം ജുർഹൂം ഗോത്രത്തിലേക്ക് വിവാഹം കഴിക്കുകയും ആ പരമ്പരയിൽ നിന്നുകൊണ്ടാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതും അദ്നാനി അറബുകൾ ഉണ്ടാവുന്നതുമെല്ലാം എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിനടുത്ത് വെച്ച, സഫാ കുന്നിനടുത്താണ് സംസം കിണർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ സഫാ കുന്നിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് തൻ്റെ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തും അല്ലെങ്കിൽ ആദ്യമായി തൻ്റെ ഇസ്ലാം എന്ന സന്ദേശം ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം അതേ സഫാ കുന്നിൽ വരുമ്പോൾ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെ അകമ്പടിയോടുകൂടി സംരക്ഷണത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു സഈൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സഫയുടെയും മറുവയുടെയും ഇടയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഏത് ദുആൻ നമുക്ക്, ഏതൊരു പ്രാർത്ഥനയും നമുക്ക് അനുവദനീയമാണ്. നമുക്ക് എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടാൻ പ്രാർത്ഥിക്കാം. പക്ഷെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരൊറ്റ ദുആ ഉണ്ട്. ആ ദുആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടുടനെ പറയുന്നത് അൻജസ വഅദ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. ഹാജറ ബീവിയോടാണെങ്കിലും ശരി, സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. വനസറ അബ്ദ, തൻ്റെ അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചിരിക്കുന്നു. വഹസമൽ അഹ്സാബ വഹ്ദ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഒറ്റക്കാണ് നശിപ്പിച്ചത് എന്നുകൂടി ഇതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ നമ്മൾക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിൽ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തിപ്പെട്ട രീതിയിലാണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നമ്മൾ സമ്പാദിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഏത് കടലിൻ്റെ നടുക്കാണെങ്കിലും ഏത് മരുഭൂമിയുടെ നടുക്കാണെങ്കിലും നമ്മൾ യാതൊരുവിധ വേജാറും ആ വിഷയത്തിൽ കാണിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ആളുകളെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്നതാണ് ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.